ഹോമർ എഴുതിയ ഇതിഹാസം ഇലിയഡ് ആൻഡ് ഒഡീസി. അതിൽ ഒഡീസിയുടെ അഡാപ്റ്റേഷൻ ഡയറക്റ്റഡ് ബൈ ക്രിസ്റ്റഫർ നോളൻ. ഐമാക്സിൽ ഷൂട്ട് ചെയ്ത പടമാണ്. ഐമാക്സിൽ തന്നെ കാണണം. ഐമാക്സ് ഒരു മാസം മുമ്പേ 1.5 മാസം മുമ്പേ ടിക്കറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. എന്തോ വലിയ സംഭവമാണ് വരാൻ പോണത്. 800 രൂപ, 900 രൂപ. വലിയ ആർക്കും കിട്ടാത്ത അപൂർവ അവസരമാണ് കേട്ടോ ട്രിവാൻഡ്രം ഐമാക്സിൽ. എല്ലാവരും 900 രൂപയ്ക്ക് പോയി ബുക്ക് ചെയ്യണം കേട്ടോ. വെറുതെ കുറേ മൊണ്ണകൾ ഈ 900 രൂപ 1000 രൂപയ്ക്കൊക്കെ ബുക്ക് ചെയ്യാൻ കിടക്കണം. കാരണം നമ്മൾ ഐമാക്സ് കണ്ടേ, ഞാൻ ഐമാക്സ് കണ്ടു കേട്ടോ, സ്റ്റാറ്റസ് ഒക്കെ ഇടാന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. ഈ മൊണ്ണകൾ കാരണമാണ് ഇവന്മാർ ഇത് അപ്ഡേറ്റ് ചെയ്യാത്തത്. വെറും കൂതർ സ്ക്രീനാണ്. ഐമാക്സ് എന്ന പേര് മാത്രമുണ്ട്. മാക്സിമം വലിപ്പത്തിൽ കാണാം, വലിപ്പം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. 2K പ്രൊജക്ഷനാണ്, ലേസർ പ്രൊജക്ഷൻ പോലും ഇല്ല. ഇതല്ല ഐമാക്സ്, കുറച്ച് വലിപ്പത്തിൽ കിടപ്പുണ്ട്. അതായത് നമ്മുടെ കയ്യിൽ നമുക്കറിയാലോ ഫോണിൽ 1080p 2K ഒക്കെ ക്വാളിറ്റി നമ്മൾ സെറ്റ് ചെയ്യാറില്ല. ആ 2K ക്വാളിറ്റിയെ യവന്മാർ വലിയ സ്ക്രീൻ വെച്ച് എങ്ങനെ ഇരിക്കും? അതേ ഉള്ളൂ, ഡള്ളായിട്ടുള്ള ഒരു സ്ക്രീന്, ഒരു കാശിനുള്ളൂല്ല ഇവിടുത്തെ ഐമാക്സ്. പിന്നെ വേറെ ഐമാക്സിൽ ഞാൻ കണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് എന്ത് തേങ്ങയാണ്. ഞാൻ ഇപ്പോൾ പോകത്തില്ല. സ്കാമായത്, ഇത് സ്കാമാണ്. ഈ സ്കാം 1000 രൂപ ടിക്കറ്റ് കൊടുക്കണമെങ്കിൽ അതിനുള്ള സാമാനം അവിടെ കൊടുക്കണം. അത് കൊടുക്കാതെ ഐമാക്സ് എന്ന് പേര് വിട്ടിട്ട് 900 രൂപ 800 രൂപ ടിക്കറ്റിൽ ഇത് കാണാൻ ആൾക്കാരുണ്ടല്ലോ. പിന്നെ അവന്മാരെന്തിനാണ് അപ്ഡേറ്റ് ചെയ്യണത്? നമുക്ക് അന്നൊന്നും ഏരീസ് ഫ്ലക്സ് ആണ് നമ്മുടെ ഐമാക്സ്. മറ്റടുത്ത് ഫ്രീ ടിക്കറ്റ് വല്ലതും കിട്ടിയപ്പോൾ, അല്ലാതെ ഞാൻ വഴി തിരിഞ്ഞു നോക്കത്തില്ല. എനിക്കിതിരി പൊക്ക കുറഞ്ഞ് കണ്ടാലും മതിയുടെ. ഒഡീസി അങ്ങനെ കണ്ടത്. ഈ സിനിമ കാണാൻ പോണവർ, ഞാൻ ഒരു ചെറിയൊരു വിവരണം തരാം. സിനിമയുടെ സ്പോയിലറല്ല, കാരണം ഇത് നിന്ന നിപ്പിലാണ് പടം അങ്ങ് സ്റ്റാർട്ട് ചെയ്യണത്. ബാക്കിൽ എന്താ പരിപാടി എന്നുള്ളത് ചിലപ്പോൾ നിങ്ങൾക്ക് തുടക്കം കണക്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കുറച്ച് ഭാഗത്തേക്ക് ചിലപ്പോൾ ലാഗ് അടിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഇത് എൻ്റെ ഓർമ്മയിൽ പറയുന്നതാണ്, എല്ലാം എക്സാക്റ്റ് കറക്റ്റ് ആണെന്നുണ്ട്. ഹെലലോസ് പാട്ടെ പിടിച്ചോണ്ട് പോയി. പോലീസല്ല, ട്രോയിലെ ഒരു രാജകുമാരോ പിടിച്ചോണ്ട് പോയതാണോ ഒളിച്ചോടി പോയതാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ഇപ്പോൾ ഇവരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു യുദ്ധം അവിടെ പ്രഖ്യാപിക്കുകയാണ്. ഗ്രീക്ക് അവിടുത്തെ വാരിയേഴ്സ് എല്ലാം വരുന്നുണ്ട്. അങ്ങനെ വന്ന് പെട്ടതാണ് ഇത്താക്കയെന്ന് ഒഡീസിയസ് വരികയാണ്. ഒഡീസിയസ് വന്ന് ഇപ്പം ശരിയാക്കി തരാമെന്നുണ്ട്. വീരന്മാരെല്ലാം കൂടി യുദ്ധം നടത്തി ഭയങ്കര കൊത്തളങ്ങളൊക്കെ പൊളിച്ച് പോകാമെന്ന് വിചാരിച്ച്, പെട്ടെന്ന് തീർക്കാമെന്ന് വിചാരിച്ച് നടക്കുന്നില്ല. അത് ആഴ്ചകളായി, മാസങ്ങളായി, വർഷങ്ങളായി, ഒരുപാട് വർഷം നീണ്ടു നിന്ന് അവസാനം ഒരു വഴിയില്ലാതെ വന്നപ്പോഴേക്കും അവന്മാർ ആയുധം വെച്ച് കീഴടങ്ങിയെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പകരം ഒരു പാരിതോഷികമായിട്ട് ഒരു ട്രോജൻ ഹോഴ്സ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നമ്മളെ കമ്പ്യൂട്ടറിൽ നമ്മളെ കബളിപ്പിച്ച് വരുന്ന വൈറസിനൊക്കെ വിളിക്കുന്ന ട്രോജൻ ഹോഴ്സ് എന്നാണ്. അതുപോലെ ഒരു ഹോഴ്സിനെ ഉണ്ടാക്കും, മരക്കുതിര. ഈ മരക്കുതിരയ്ക്കകത്ത് ഈ നമ്മുടെ ഒഡീസിയും കുറച്ച് പേരും കയറിയിരുന്ന് അകത്ത് അവർ കൊണ്ടുവച്ചപ്പോഴേക്കും അവിടെ നിന്ന് പൊളിച്ച് പുറത്തുള്ള കൂട്ടാളികളെയും കൂട്ടി യുദ്ധം ജയിച്ച് പിന്നെ കടൽ മാർഗം തിരിച്ച് വരണം. തിരിച്ച് അദ്ദേഹത്തിൻ്റെ സ്ഥലത്തിലേക്ക് എത്തണം. അങ്ങോട്ടുള്ള ഒരു യാത്രയിൽ അവരവിടെ നിൽക്കുന്നു. വർഷങ്ങളായി ഇയാൾ പോയിട്ട് ഭാര്യ കാത്തിരിപ്പുണ്ട്, പെനലോപ്പി, മകൻ കാത്തിരിപ്പുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് കുറേ പേര് അവരുടെ ഒരു റൂൾ പ്രകാരം അവിടെ വന്ന് തങ്ങുന്നുണ്ട്. അവൻ്റെ പേരെന്തൊരു ഷൂട്ടേഴ്സ് അങ്ങനെ എന്തോന്ന് പറയണേ. ഈ അവിടുത്തെ രാജകുമാരി രാജ്ഞിയെ കെട്ടണം, രാജാവാകാമെന്നുള്ള ഇതിൽ അവർ ഗസ്റ്റ് ആയതുകൊണ്ട് അവർക്ക് പുറത്ത് അടിച്ച് വിടാനും പറ്റുന്നില്ല. ഇവന്മാർ ഇപ്പം കെട്ടണം എന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ രാജ്ഞി ഒഡീസി വന്നാലേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒഡീസിയസിനൊരു പട്ടിയുണ്ട്. 20 വർഷം, സാധാരണ പട്ടിയൊക്കെ 10-12 വർഷമാണ് ആയുസ്. 20 വർഷമായിട്ട് ഒഡീസിയുടെ കണ്ടിട്ടേ മരിക്കുമെന്ന് ശബ്ദം പിടിച്ച് വലിച്ചു നടക്കുന്ന ഒരു പട്ടി അവിടെ ഉണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോഴാണ് ഈ സിനിമ തുടങ്ങുന്നത്. ഈ പടം വേറെ ഒരു ഡയറക്ടറാണ് എടുത്തിരുന്നെങ്കിൽ ഇതിലൊരുപാട് സാധ്യതകൾ എടുത്തു വെച്ചിട്ട് അങ്ങ് കാണിക്കായിരുന്നു. അതായത് കടൽ മാർഗം വരെയാണ് ഒരുപാട് പ്രതിസന്ധികൾ ഇവർ നേരിടേണ്ടി വരുന്നു. ഒഡീസിയസും സംഘവും ഒരുപാട് പരിചിതമല്ലാത്ത ഇതൊക്കെ പ്രതിസന്ധികൾ തരണം ചെയ്തുകൊണ്ട് പറഞ്ഞു. അവിടെയൊക്കെ VFX വലിച്ചു കയറ്റി ആ ഒരു ബ്രഹ്മാണ്ഡമാക്കിയിട്ട് ആ ഒരു വിഷയം, ആ ഒരു സാധനത്തിന് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ച് ഒരു വിഷ്വൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായിരിക്കും ഇവർ ശ്രമിക്കുക. കാരണം പക്ഷെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് സിനിമയിൽ ഈ സർവൈവൽ എന്നുള്ള സാധനം കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു പുതിയൊരു പടമായിട്ടേ വരത്തുള്ളൂ. പക്ഷേ ഇവിടെ അയാൾ ചെയ്തതെന്ന് പറഞ്ഞാൽ അതിന് പകരം ഇവരുടെ ഇമോഷൻസിനെയാണ് കൺവേ ചെയ്യാൻ കൂടുതൽ നോക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പടത്തിൽ ഭയങ്കരമായിട്ട് കണക്റ്റ് ആവും. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു. ഓപ്പൺഹൈമർ എന്നുള്ള സിനിമയിൽ ഇയാൾ കാണിച്ച യുദ്ധത്തിൻ്റെ ഭീകരത കാണിക്കാൻ വേണ്ടി യുദ്ധത്തിൽ ബോംബ് വന്നു, എല്ലാവരും നെഞ്ചത്തൊന്ന് വീഴുന്നു, ആൾക്കാർ കൈയും കാലും വേർപെട്ട് കിടക്കുന്നു, കുറേ പേര് ആരുമില്ലാതെ നിലവിളിച്ചുകൊണ്ട് നടക്കുന്നു. ഇങ്ങനെയല്ല ഇത് കാണിച്ച്, ഇതിൻ്റെ വിഷ്വൽ പേടിപ്പിക്കൽ കൊണ്ടല്ല നമുക്കതിൽ ആ ഒരു സാധനം കിട്ടിയത്. പകരം ഓപ്പൺഹൈമറുടെ ഇമോഷൻസ്, അയാളുടെ കുറ്റബോധം, പശ്ചാത്താപം, അതുകൊണ്ട് തന്നെ ആ ഭീകരത എന്ത് മാത്രമാണ് നമുക്കിവിടെ തീവ്രമായിട്ട് തന്നെ കാണിക്കാൻ സാധിച്ചു. സെയിം വേ ഇതിൽ ഒരുപാട് പേരുടെ നറേഷൻസ് ഉണ്ട്, ഒരുപാട് പേരുടെ കഥ പറച്ചിലുണ്ട്. അതിൽ പ്രസൻറ്റ് നമ്മുടെ പെനലോപ്പിയുടെ സ്ഥലത്ത് നടക്കുന്ന കാര്യങ്ങൾ, അതുപോലെ നമ്മുടെ ഒഡീസിയസ് എവിടെ എത്തി നിൽക്കുന്നു, അവിടെ അയാൾ മുന്നോട്ട് വരുന്ന കാര്യങ്ങൾ, ഇയാളുടെ പാസ്റ്റ്, ഇയാൾ അവിടെ ചെന്നിട്ട് എന്തൊക്കെയാണ് ചെയ്തത്, ഇയാൾ ഇവിടെ വെച്ച് എന്തൊക്കെ, ഇനി പാസ്റ്റും പ്രസൻറ്റും ഒക്കെ മാറി തിരിഞ്ഞ് നോൺ ലീനിയറായിട്ട് പോകുമ്പം അതിൻ്റെ ഇമോഷൻസ്
അയാളുടെ 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 പ്രശ്നങ്ങൾ നമുക്ക് കണക്റ്റ് ആവും. ഈ വിഷയങ്ങളെല്ലാം വരുന്നുണ്ട്. ഈ പറയുന്ന പ്രതിസന്ധികളും കാര്യങ്ങളും ഒഡീസി എന്നുള്ള ഇതിലുള്ള എല്ലാ സാധനങ്ങളും ഈ പടത്തിൽ കാണിക്കുന്നുണ്ട്. പക്ഷെ എന്നാൽ അത് മറ്റേ VFX കുത്തിക്കയറ്റി അങ്ങനെ കാണിക്കുന്നില്ല. സിനിമയുടെ കോർ അതായിട്ടല്ല എടുത്തിരിക്കുന്നത്. അത് സൈഡിൽ കൂടി കാഷ്വലായിട്ട് പോകണം. അവിടെ ഒരു 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 വൗ ഫാക്ടർ കയറ്റാനോ ഹൈ മൊമെൻറ്റ് കയറ്റാനോ ഒരു ടെൻഷൻ ബിൽഡ് ചെയ്യാനോ ഒന്നും ശ്രമിക്കാതെ ആ ഇമോഷനിലൂടെ കൺവേ ചെയ്ത് പോയ സ്റ്റോറി ടെല്ലിംഗ് മെത്തേഡാണ് ഈ പടത്തിൻ്റെ പ്രത്യേകത. അത് ഗംഭീരമായിട്ട് അത് കൺവേ ചെയ്തിട്ടുണ്ട്. അവസാനമൊക്കെ എത്തുമ്പം ആ ഒരു ഇമോഷണൽ ഹൈ ഉണ്ട്, കൈ ഒടിച്ചു പോകും. അവസാനം പോകുമ്പോൾ നമുക്ക് നമുക്ക് ഇതേ ഗൂസ് ബംസ് വരും. എന്ന് പറഞ്ഞാൽ ഇതാടാ ഞാനാണ് മറ്റേ ബാഹുബലി എന്നും പറഞ്ഞുകൊണ്ട് കാണിക്കുന്ന പരിപാടിയല്ല. അതാവാ അങ്ങനെ സ്ലോ മോഷൻ ചെയ്ത് പക്ഷേ നമുക്ക് ആ ഹൈ കിട്ടും. അതാണ് അയാളുടെ സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ വൈദഗ്ധ്യവും ആ ഒരു ഈ ഡയറക്ഷൻ്റെ പ്രത്യേകതയും എന്ന് പറയാം. അതുപോലെ തന്നെ സിനിമയുടെ സൗണ്ട്, ഈ മ്യൂസിക് ലുഡ്വിങ് ഗോറൻസൺ ഇദ്ദേഹത്തിൻ്റെ നോളൻ്റെ സ്ഥിരം ആൾ തന്നെയാണ്. ഗംഭീര വർക്കാണ് കേട്ടോ, ഗംഭീര വർക്ക്. അതുപോലെ പെർഫോമൻസ് മാർക്ക് ഡേമൺ ഒഡീസി ആയിട്ട് ഗംഭീരമായിട്ട് തകർത്താടിയിട്ടുണ്ട്. പിന്നെ അന്നെ ഹതവേ പെനലോപ്പായിട്ട് അത് ഒരു പടി മേലെ നിൽക്കുന്ന പെർഫോമൻസ്. പിന്നെ മൗനായിട്ട് ടെലിമെക്കാസായിട്ട് ടോം ഹോളണ്ട് ഉണ്ട്. പിന്നെ റോബർട്ട് പാറ്റിസൺസ്, സെൻഡയ, അവരൊക്കെയാണ്. സെൻഡയ അധീനായിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ഇവരൊക്കെയാണ് മറ്റ് റോൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് പരിപാടി. ഇയാളുടെ കുറ്റബോധം, വീട്ടിലെത്താനുള്ള അടങ്ങാത്ത ആഗ്രഹം. ഞാൻ എവിടെയെങ്കിലും ടൂറൊക്കെ പോയി കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും വീട്ടിൽ വന്ന് അവിടുത്തെ ബാത്റൂമിൽ പോകാതെ എനിക്കൊരു സമാധാനം കിട്ടാത്ത ഒരാളുടെ. അപ്പം ഇത്രയും കാലം മാറി നിന്ന് 10-20 വർഷം അയാൾ വെറുതെ പോയി, തിരിച്ചെത്തുമില്ല എന്നറിയാതെ വീട്ടിലേക്ക് എത്തണമെന്നുള്ള അയാളുടെ ഒരു ത്വര, ആ യുദ്ധത്തിൽ എന്ത് നേടി എന്നുള്ള കുറ്റബോധം, സ്നേഹം, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ, ഒരുപാട് ഭാഷ്യം ഇത് ചമയ്ക്കുന്നുണ്ട്. അത് അതുപോലെ കൺവേ ചെയ്തിട്ടുണ്ട്. ഒരു 1.5 അവിസ്മരണീയമായിട്ടുള്ള സിനിമ അനുഭവം. 3 മണിക്കൂർ പോയതറിഞ്ഞില്ല. ആദ്യം തുടക്കം കുറച്ച് സമയത്ത് ഇത്തിരി ഈ സ്റ്റോറി ടെല്ലിങ്ങിന് ഈ നോൺ ലീനിയർ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച സമയത്ത് ഒരു ചെറിയൊരു ഇത് കണക്ഷൻ കിട്ടാത്തതുപോലെ ഫീൽ ചെയ്ത്, പിന്നീട് അങ്ങോട്ട് വന്നതിന് ശേഷം ക്യാരക്ടറുമായിട്ട് അടുത്തതിന് ശേഷം നമുക്കും ആ ഒരു ഫീൽ കിട്ടി. ഗംഭീരമായിട്ട് ലാസ്റ്റ് കൈയടിച്ചിറങ്ങി വന്ന ഒരു സിനിമ. ഇതാണ് ക്രിസ്റ്റഫർ നോളൻ്റെ ഒഡീസി. ആമസോൺ, ഫ്ലിപ്കാർട്ട്, അജിയോ, മിന്ത്ര മുതലായ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളിലൊക്കെ കുറേ ഓഫർ ഡെയിലി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അറിയാതെ പോകുന്ന അത്തരം ഓഫറുകളൊക്കെ നമ്മുടെ വാട്സാപ്പ് ചാനലിൽ റെഗുലർലി അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ നമ്മളെ വാട്സാപ്പ് ചാനൽ ഒന്ന് ഫോളോ ചെയ്തോളി. ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തരാ വരട്ടെ.